ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, പ്രിയപ്പെട്ട മോഹൻലാൽ, ഒരു ബിഗ് സല്യൂട്ട്. എന്തിനാണെന്നോ, ഇത്രയും വലിയ നടന്ന ദുരന്ത ഭൂമിയിലേക്ക് അവിടെ വന്ന് രണ്ട് രീതിയിൽ വരാം. നടൻ എന്ന രീതിയിൽ വരാം. ലഫ്റ്റനന്റ് കേണൽ പദവി ഉള്ള, അതായത് ആ മോഹൻലാൽ ആ പട്ടാള വേഷം ധരിച്ചുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അവിടെ നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? ഒരു കേന്ദ്രമന്ത്രി വരുന്നതിന് മുമ്പ്, അതായത് നടൻ കൂടിയായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് ദൂരെ എമ്പുരാൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് ഓടി വന്നതാണ് മോഹൻലാൽ എന്നാലോചിക്കണം. എന്തുകൊണ്ടാണ് മോഹൻലാലിന് വയനാടുകാരോട് ഇത്രയും താല്പര്യം? വ്യക്തിപരമായി അദ്ദേഹം താല്പര്യമുണ്ടെന്ന് ആലോചിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഏതാനും സിനിമകളുടെ ഷൂട്ടിംഗ് അവിടെയായിരുന്നു. ഞാൻ അവിടെ മോഹൻലാലിൻ്റെ ഒറ്റ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് അവിടെ പോയിട്ടുള്ളത്. അത് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഉയരും ഞാൻ നാടാകെ. അവിടെ അതൊരു നല്ല ക്ലാസിക് ടൈപ്പിലുള്ള സിനിമയായിരുന്നു. ആദിവാസിയായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു ആയിരിക്കണം. പ്രശസ്ത എഴുത്തുകാരനായ PM താജാണ് എഴുതിയത്. അപ്പോൾ താജും ഞാനും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിനിടയിൽ ഞങ്ങളുടേതായുള്ള ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നടക്കും. പക്ഷെ അവിടെ മോഹൻലാൽ 1 മാസത്തോളമാണ് അവിടെ താമസിച്ചതെന്ന് ആലോചിക്കണം. ആ 1 മാസത്തെ താമസിക്കുന്നിടയിൽ ആദിവാസികളടക്കമുള്ളവർക്കിടെ പ്രിയങ്കരനായി മാറാൻ മോഹൻലാലിന് കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത തിയേറ്ററുകളിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ സിനിമയുടെ പ്രദർശനം എന്നുള്ളത്, അങ്ങനെ എല്ലാം കൊണ്ടും തങ്ങളുടെ വീട്ടിലെ ഒരാളായിട്ടാണ് മോഹൻലാലിന് അന്ന് അവിടെയുള്ളവരെല്ലാം കണ്ടിരുന്ന് ആലോചിക്കണം. പിന്നെ എത്രയോ പടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനൊരു ബന്ധം, കൂടുതലൊരു ബന്ധം, അതായത് മാറ്റി നിർത്താൻ കഴിയാത്തൊരു ബന്ധം മോഹൻലാലിനുണ്ടായിരുന്നു. പക്ഷെ അതുമാത്രമല്ല മോഹൻലാൽ അവിടേക്ക് എത്തിയത്. മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി യുദ്ധം ചെയ്യാനല്ല പോയിട്ടുള്ളത്. ആ പദവി കൊടുത്തപ്പോൾ അത് ശരിക്കും സൈന്യത്തിൻ്റെ ഒരു അംബാസഡർ എന്ന നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ആലോചിക്കണം. മോഹൻലാലിൽ പോയതിനു ശേഷം എത്രയോ ചെറുപ്പക്കാർ തങ്ങൾക്കും പട്ടാളത്തിൽ ചേരണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതൊരു നിസ്സാര കാര്യമല്ല. അങ്ങനെ എല്ലായിടത്തും മോഹൻലാൽ ചെന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് എന്താ? എൻ്റെ വക ഇത്ര ലക്ഷം. വ്യക്തിപരമായിട്ട് അത് ആദ്യത്തെ ഗഡുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും സുരേഷ് ഗോപി 1 രൂപയുടെ സഹായം പോലും പ്രഖ്യാപിച്ചിട്ടില്ല ആലോചിക്കണം. അത് കഴിഞ്ഞ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഫൗണ്ടേഷൻ്റെ വിശ്വശാന്തിയുടെ പേരിൽ 3 കോടി രൂപ ആദ്യ ഗഡുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും വിവരദോഷികളായ കുറേ പേര് മോഹൻലാലിനെ ട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ദുഃഖകരമായ, നമ്മുടെ ഈ പരിസ്ഥിതിയിൽ നമുക്ക് സഹായിച്ചില്ലെങ്കിലും സഹായിക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള മനസ്സെങ്കിലും അവർക്ക് കാണിക്കേണ്ടതില്ലേ? അത് കാണിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവർ വിലപിടിപ്പുള്ളതാണ്. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചേ മോഹൻലാൽ തന്നെ ആ ഷൂട്ടിങ്ങിനിടയിൽ 2 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ളത്. എന്നാൽ 2 അല്ല, അനേക പ്രാവശ്യം എന്നുള്ളതാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായ അനുഭവം എന്ന് ആലോചിക്കണം. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട മോഹൻലാൽ ഇങ്ങനെ 400 താഴെ പേര് ഔദ്യോഗിക കണക്കുപ്രകാരം മരിച്ചു വീണ് കിടന്ന ഭൂമി. ഇനിയും എത്രയോ പേരെ ബംഗാളികളടക്കമുള്ളവർ എത്രയോ പേരെ കണ്ടെത്താനുണ്ടെന്ന് ആലോചിക്കണം. അവയവങ്ങൾ മാത്രം കണക്കുകൾ കൃത്യമായി കണക്കുകൾ എടുക്കുമ്പോൾ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാമെന്ന് ആലോചിക്കണം. അപ്പോൾ മരണം സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു, ഇനി മരിച്ചവർ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇനി അവരെ, ജീവിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കാവുന്നതാണത്. അത് മാനസികമായി തളർന്ന കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. ഈ മാനസികമായി തളർന്നവരെ ശരിക്കും ചികിത്സിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ആലോചിക്കണം. അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവരോടൊപ്പം നമ്മളുണ്ട്, ഞങ്ങളുണ്ട് എന്നൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനുള്ള കരങ്ങൾ ധാരാളം വേണം. അങ്ങനെയുള്ള കരങ്ങളാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും നേതൃത്വത്തിൽ, അങ്ങനെ കുറേ നമ്മുടെ മലയാളികളായ നടീനടന്മാരുടെ നേതൃത്വത്തിൽ, തമിഴ്നാട്ടിലെ നടീനടന്മാരുടെ നേതൃത്വത്തിൽ, കർണാടകത്തിലെ നടീനടന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ കുറേ പേര് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ വിദേശത്തെ വ്യവസായികൾ
കോടാനുകോടികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പലരും 100 വീട് 200 വീടടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 50 കോടി വരെ പ്രഖ്യാപിച്ച വ്യവസായികളുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ കാശ് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള മനസ്സ്. നമ്മൾ ചില ആർട്ടിസ്റ്റിനെ പറയാറുണ്ട്, അയ്യോ അവൻ 5 പൈസ ചിലവഴിക്കില്ല, നക്കിത്തരം കാണിക്കുന്നു, പിശുക്കനാണ് എന്ന് പറഞ്ഞ നടന്മാർ വരെ 5 ലക്ഷവും 10 ലക്ഷവും പ്രഖ്യാപിച്ചു കഴിഞ്ഞായിരിക്കണം. അത് പേരെടുക്കാൻ വേണ്ടിയല്ല, പേരെടുക്കാൻ വേണ്ടിയല്ല. ഞങ്ങളും, അതായത് ഞങ്ങളാൽ കഴിയുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഞങ്ങളുടെ നാട്ടിന് വേണ്ടി, അതിലെ സഹോദരന്മാർക്ക് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നുമുണ്ട്. അത് നിസ്സാര കാര്യമാണോ? കരയുന്ന കൺതടങ്ങളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ആ കണ്ണീര് തുടച്ചു മാറ്റുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ചേർത്ത് നിർത്തിക്കൊണ്ട് തോളത്ത് തലോടുന്ന നിസ്സാര കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊരാശ്വാസമാണെന്ന് ആലോചിക്കണം. ഞങ്ങളും നിങ്ങളും ഒന്നാണ് എന്ന് പറയുന്ന ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ സഹായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റാരേക്കാൾ കൂടുതൽ മുന്നിലാണെന്ന് ആലോചിക്കണം. ആ മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ മോഹൻലാലിനെ പോലൊരു വലിയ നടൻ, മോഹൻലാലിനെ പോലെ ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ ഈ വലിയ ദൂരത്ത് നിന്ന് ഷൂട്ടിംഗ് മതിയാക്കി വന്നില്ല, ആൻ ദ സ്പോട്ടിൽ, അതായത് അപകടം പതിയിരുങ്ങുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴെന്ന് ആലോചിക്കണം. ഒരു വലിയ മഴ ഇനിയും പെയ്താൽ എന്തൊക്കെയോ സംഭവിക്കാവുന്ന സ്ഥലത്താണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത് ആദ്യത്തെ ഗഡുവാണെന്ന് പറഞ്ഞു പോയത്. പോകാൻ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. പോകാൻ നേരത്ത് 1-2 സ്ത്രീകൾ മോഹൻലാലിനോട് പറഞ്ഞത് എന്താണ്? എല്ലാവരും വരുന്നു, കാണുന്നു, ആശ്വാസവാക്കുകൾ പറഞ്ഞു പോകുന്നു. അവരിനി വരുമെന്നോ സഹായം ചെയ്യുമെന്നോ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല എന്നവർ പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്താണ് പറഞ്ഞത്? ആര് വന്നില്ലെങ്കിലും ഞാൻ വരും, എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് പറയാനൊരു മോഹൻലാലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഈ മമ്മൂട്ടി ഇത്രയും വലിയ നടനായിട്ട് മമ്മൂട്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചവരൊന്ന് ആലോചിക്കണം. മമ്മൂട്ടി ചെയ്തതിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ മമ്മൂട്ടി മറ്റാരേക്കാൾ കൂടുതൽ സഹായങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നതായിരിക്കണം. അതൊരു പക്ഷേ നമ്മൾ കോടികൾ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള സഹായങ്ങൾ മമ്മൂട്ടിയും സംഘവും മമ്മൂട്ടിയുടെ ഫാൻസും മമ്മൂട്ടിക്ക് അറിയാവുന്നവരും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 2 നടന്മാർ, മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നമ്മൾ അഭിമാനങ്ങൾ തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, ടൊവിനോ സഹായിച്ചിട്ടില്ലേ? ടൊവിനോ മാത്രമല്ല, മലയാളത്തിൽ ഒട്ടുമിക്ക പേരും സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു. എല്ലാവരും അത്ര ഒരുമിച്ച് നിന്ന് സന്തോഷമുണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ മോഹൻലാൽ കയ്യടി വാങ്ങി നേടിയത് വെറും കയ്യടിക്ക് വേണ്ടി മാത്രമല്ല, അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്ത, എല്ലാം മറന്നുകൊണ്ട് ഷൂട്ടിംഗ് ഉപേക്ഷിച്ച് വന്ന മോഹൻലാലിനൊരു ബിഗ് സല്യൂട്ട്.